ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചിക്കൻ ബിരിയാണി. അപ്പോൾ ചിക്കൻ ബിരിയാണി ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഹോൾ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ഹോൾ ചിക്കൻ മേടിക്കാം. ഞാൻ വാങ്ങിച്ചിരിക്കുന്നതാണ് ചിക്കൻ തൈ. ഞാൻ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മീഡിയം സൈസ് അല്ലെങ്കിൽ കുറച്ച് ഇതിലും വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചിക്കൻ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ അത് ചതച്ചെടുത്തത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെരുംജീരക പൗഡർ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി റൈസിനുള്ള അരി അടുപ്പത്ത് വയ്ക്കാം. വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് 2 കറുവപ്പട്ടയുടെ ഇല ഇട്ട് കൊടുത്തു. 1 കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക, 5 ഗ്രാമ്പു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. ഞാൻ 3 കപ്പ് ബസ്മതി റൈസ് കഴുകി ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം തിളച്ചു. ഇതിലേക്ക് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഈ അരി ഒരു 80 to 90% വേവിച്ചെടുത്താൽ മതി. ഇതൊരു 5 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. ബാക്കിയുള്ളത് നമ്മൾ ദം ചെയ്യുമ്പോൾ വെന്തോളൂ. ഈ 1/4 കപ്പ് ചൂട് പാലിലോട്ട് 1 പിഞ്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു ചെറിയ പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇത് ഓർഗാനിക് റോസ് വാട്ടറാണ്. ഇത് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക. ഇത് നമ്മൾ ബിരിയാണി ലെയറാക്കുമ്പോൾ അതിൻ്റെ മേളിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാനാണ്. ഇനി നമുക്ക് ഈ പാനിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഒത്തിരി തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ഉള്ളി ബ്രൗൺ കളറായി. ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിങ്ങയും കൂടി നെയ്യിൽ വറുത്തെടുക്കാം. നമ്മുടെ കശുവണ്ടി റെഡിയായി കിട്ടി. ഈ കശുവണ്ടിയുടെ മേളിൽ ഇനിയും കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 ക്യാരറ്റ് ചെറുതായി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം ബട്ടർ ഇട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു സവാള ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി ആവശ്യത്തിന് വഴണ്ട് കിട്ടി. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒരു 1-2 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് 1-2 മിനിറ്റ് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 2 തക്കാളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല റെഡിയായി. ടൊമാറ്റോ ഒക്കെ നന്നായി വഴണ്ട് കിട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ വേകാൻ ആവശ്യത്തിനുള്ള ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇത് 20 മിനിറ്റ് കൊണ്ട് ഈ ചിക്കൻ വെന്ത് കിട്ടും. ഇത് അധികം വേഗില്ലാത്ത ചിക്കനാണ്.
ഇത് ഞാൻ 1/2 കപ്പ് കാഷ്യൂനട്ട് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അരച്ചെടുത്ത കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ്. ഈ കാഷ്യൂനട്ട് പേസ്റ്റ് നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഓൾറെഡി വെന്തു. ഇത് വേകാനായിട്ട് 20 മിനിറ്റ് എടുത്തോളൂ. ഞാൻ പറഞ്ഞോളാം, ഇത് വേഗം വേകുന്ന ചിക്കനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണിയുടെ ചിക്കൻ റെഡിയായി. ഞാൻ നമ്മുടെ ബിരിയാണി ദം ചെയ്യുന്നതിന് പകരം ഓവനിൽ ഈ ട്രേയിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ദം ചെയ്തും എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ 2 ടീസ്പൂൺ നെയ്യ് വരട്ടി കൊടുക്കാം ഈ ട്രേയിൽ. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ട്രേയുടെ അടിയിൽ ഒരു ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ്റെ മുകളിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയും കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബ്രൗൺ കളർ ആകുന്ന വരെ വറുത്തെടുത്ത സവാള ഉള്ളി കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പാലിൽ 1 പിഞ്ച് കുങ്കുമപ്പൂവ്, 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ റോസ് വാട്ടർ, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് 2-3 ടീസ്പൂൺ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊരു പൈനാപ്പിൾ ചെറുതായി കണ്ടിച്ചാണ്. ഇതിൻ്റെ കുറച്ച് പീസസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് 2ാമത്തെ ലെയർ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്തോണം തന്നെ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കശുവണ്ടിയും ഇട്ട് കൊടുക്കുക. കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. മല്ലിയില പുതിനയില കുറച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ സാഫ്രോൺ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് 3-4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇതിനി നമുക്ക് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് എയർ ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 10 മിനിറ്റ് വച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ വെച്ച് ദം ചെയ്തും എടുക്കാവുന്നതാണ്. ദം ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ട്രേ എടുക്കാതെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. എൻ്റെ ഓവന് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ട്രേ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് റെഡിയാവും. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി റെഡിയായി. ഞാൻ ഓവനിൽ നിന്ന് എടുത്തു. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതോണം തന്നെ നല്ല മണവും വരുന്നുണ്ട്. ഞാൻ 2 ട്രേ വച്ചിരുന്നു. ഇതെൻ്റെ 2ാമത്തെ ട്രേ ആണ്. അതും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ച് ബിരിയാണി എടുത്തിട്ട് കഴിച്ച് നോക്കാം. നമ്മുടെ ബിരിയാണിക്ക് നല്ല രുചിയുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. If you like my video, please don't forget to subscribe my channel. Thank you for watching. See you soon with another video.